ഒന്ന് കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യം. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 2 വേഴ്സ് 4 and 5. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കുന്നതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആയിരുന്നത്. സ്തോത്ര പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനാർത്ഥത്തിലത്രേ ആയിരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വിശ്വാസമാണ് എല്ലാത്തിൻ്റെ മുഖ്യം, അല്ലേ? പക്ഷെ ആ വിശ്വാസത്തിന് വേണ്ടിയിട്ട് എന്താ പറയാ, അവൻ വിശ്വാസം എന്ത് വേണമെന്ന്, മനുഷ്യരുടെ ജ്ഞാനം കൊണ്ട് വിശ്വാസം വരത്തില്ല. വെറുതെ കേൾക്കുന്ന പ്രസംഗം കൊണ്ട് വിശ്വാസം വരത്തില്ല. ഹല്ലേലൂയ. പക്ഷേല് പൗലോസ് അപ്പോസ്തലൻ എൻ്റെ വചനം എന്നിട്ട് പ്രസംഗം രണ്ടും പറഞ്ഞു. പല പ്രാവശ്യം ഈ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ദൈവത്തിനാത്മ ഈ ഭാഗത്തെ കൊണ്ട് വെച്ചാൽ വചനവും ഉണ്ട്, പ്രസംഗവും ഉണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ആക്ച്വലി പ്രസംഗം എവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഇത് പുറത്താ വേണ്ടുന്നത്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പബ്ലിക് പ്ലേസുകൾ, ജാതികൾക്കിടയിലൊക്കെയാണ് പ്രസംഗിക്കേണ്ടുന്നത്. എന്താ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. വചനം എവിടെ വെച്ചാൽ സഭയ്ക്കുള്ളിലാണ് വചനം വേണ്ടുന്നത്. കാരണം വെച്ചാൽ എന്താ, വചനത്താലാണ് ദൈവത്തിന്റെ ജനത്തെ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ ഇന്നിത് തിരിച്ചറിയത്തില്ല. ഇന്ന് പലർക്കും ഇത് എവിടെ എന്ത് ചെയ്യണമെന്ന് തിരിച്ചറിയാത്ത രീതി. ഇന്ന് ചിലപ്പോൾ സഭയ്ക്കുള്ളിൽ കയറി ഭയങ്കര പ്രസംഗമാണ്. എന്താ ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്നവര് വീണ്ടും പ്രസംഗിച്ച് ഹല്ലേലൂയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ടവരല്ല. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഒരുവൻ വന്നു, ഞാൻ അതുകൊണ്ട് പറയാം, നമ്മളെപ്പോഴും പറയാണ്ട്, ദേവദാസന്മാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, സുവിശേഷങ്ങൾ 4 സുവിശേഷങ്ങൾ ആർക്ക് വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട എന്നല്ല, പക്ഷെ അത് പ്രസംഗിക്കപ്പെടാനുള്ളതാണ്. കാരണം ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടാനുള്ള കാരണം നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ ഗിരിപ്രഭാഷണങ്ങൾ അറിയപ്പെടുന്നത് അനേകര് ഫോളോ ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞു ചോദിച്ചാൽ അവരും പറയും അവർക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം അത് പഠിച്ചിട്ടാണ് ഹാലേലിയ എന്താ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് ഹാലേലിയ അവരെ ജയിക്കാൻ കഴിഞ്ഞതെന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇത് ഫോളോ ചെയ്യുന്ന അനേകരുണ്ട് ഹാലേലിയ. പക്ഷേങ്കിൽ അവർ എല്ലാവരും വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളും പല പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അത് മനസ്സിൽ വെക്കുക, അതുപോലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക, ചെയ്യാറുണ്ടല്ലോ. നമ്മൾ പഠിച്ച കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അല്ലെ ഏറ്റവും ഇഷ്ടം നമുക്ക് എനിക്ക് തോമസ് ആൽവ എഡിസന്റെ കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്ന അനേകരെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടൊക്കെ ഉള്ളു. ഹല്ലേലൂയ. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില കാര്യങ്ങൾ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ പലരെയും ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അവരിൽ നിന്ന് നമ്മൾ വിശ്വാസം വെച്ചിട്ടില്ല. പക്ഷെ വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നവർ. രക്ഷിക്കപ്പെടുന്നത് സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരും. അല്ലെ, രക്ഷിക്കപ്പെടുന്നവർ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നാൽ പിന്നെ അവർക്ക് നമ്മൾ ഹാലിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ലേഖനങ്ങൾ എന്ന് പറയാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശ്വാസി യഥാസ്ഥാനപ്പെടുത്തുന്നത്, അവനെ രൂപാന്തരപ്പെടുത്തുന്നത്, അവനെ ക്രിസ്തുവിൻ തികഞ്ഞവനാക്കി മാറ്റുന്നത് ഇതൊക്കെ ലേഖനങ്ങളിലൂടെയാണ്, അല്ലേ? നമുക്കാണെങ്കിലും എനിക്ക് ലേഖനങ്ങൾ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലേഖനങ്ങൾ ഭയങ്കര ഇഷ്ടം. കാരണം പലർക്കും അത് കട്ടിയാഹാരമായിട്ടൊക്കെ തോന്നുമെങ്കിലും നല്ല എനിക്ക് ഇന്നലെ ഞാനിങ്ങനെ ആലോചിച്ചു, കാരണം ഇന്നലെ ഞാനിങ്ങനെ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ദൈവം എന്തോരം വചനമൊക്കെ നമ്മൾ ഡെയിലി കേൾക്കാറുണ്ട്. പക്ഷേങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന പോലെ, അത് സ്ഥിരമായിരിക്കുന്ന പോലെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാത്ത പോലെ ചില വചനങ്ങൾ ഇന്നും നമ്മൾ കേട്ട് നമ്മൾ ഉള്ളിലുണ്ട്. ചില ദൈവദാസൻ, എസ്പെഷ്യലി ചില ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന വചനം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അത് എന്താ പറയാ, ഹൃദയത്തിൽ ആഴത്തിൽ പതി, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകത്തേ ഇല്ല. നമ്മളത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ട കാര്യം പോലുമില്ല. പക്ഷെ ചിലരുടെയൊക്കെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പോഴത്തേന് ഇച്ചിരി കഴിയുമ്പോൾ തന്നെ ഇത് എന്താണെന്ന് ചോദിച്ചാൽ പോലും നമുക്ക് ഓർമ്മയുണ്ടാകത്തില്ല. അപ്പൊ ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചു, വിജയൻ ചെൽ പാസ്റ്റ് പണ്ട് തുടങ്ങിയിട്ട് എനിക്ക് 2017 തുടങ്ങി, ഞാൻ 16 വിശ്വാസം 2017 തുടങ്ങി അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ അറ്റൻഡ്, അന്ന് പഠിപ്പിച്ചത് തുടങ്ങിയിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ആഴത്തിലുണ്ട്.
ഹാലലിയ അത് വീണ്ടും എടുത്തത് നോക്കേണ്ട കാര്യം പോലും ഇല്ല. പറഞ്ഞു ഓരോ എക്സാമ്പിൾസ് പോലും ഹാലലിയ ഓരോ വചനഭാഗങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ ഹാലലിയ ആഴത്തിൽ പതിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ പലരുടെയും മറ്റു പലരെ കുറിച്ച് എനിക്ക് നോക്കുന്ന സമയത്ത് ഹാലലിയ എനിക്ക് അങ്ങനെ ഓർത്ത് അതെന്താണെന്ന് അറിയാൻ പറ്റുന്ന രീതിയിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞ വേറെ പ്രസംഗങ്ങൾ ഞാൻ ഉണ്ടെങ്കിലും നമുക്ക് അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞതൊന്നും നമ്മുടെ ഉള്ളിലില്ല. ഹാലയില ഡെയിലി നമ്മൾ മോർണിംഗ് മെസ്സേജ് ആയിട്ടും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഹാലയില്. പക്ഷേ എങ്കിൽ ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനം ഹാലയിൽ വെറുതെ പറഞ്ഞാൽ അതാകത്ത്. ഇവിടെ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞേ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനം ദൈവത്തിന്റെ ശക്തി തന്നെ അപ്പം മനുഷ്യരുടെ ജ്ഞാനം കൊണ്ട് ഒരിക്കലും നമ്മൾ വിശ്വാസം വരുത്തില്ല. അതിനെന്ത് വേണം വെച്ചാൽ ദൈവത്തിന്റെ ശക്തി തന്നെ വേണം. ആധാരമായിരിക്കും എൻ്റെ വചനവും എൻ്റെ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയത്. അപ്പം വചനം പറയുന്നിടത്ത് ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനം വേണം, ഇല്ലേ? വചനത്തോടൊപ്പം ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനം വേണം. ഹാലയില ശമരിയയിലേക്ക് ചിതറിപ്പോയ അപ്പോസ്റ്റൽ അവര് ഒരു പ്രശ്നം ഉണ്ടപ്പോൾ ചിതറിപ്പോയി. അപ്പോസ്റ്റലും പല ഇടത്തിലേക്ക് സഞ്ചരിച്ച് അതിൽ ശമരിയയിലേക്ക് പോയ ഫിലിപ്പോസ് അവിടെ പോയി ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു, സുവിശേഷീകരിച്ച്. അവിടെ ഇപ്പൊ എന്താ പറയാ, ആത്മാവിന്റെ ശക്തിയും പ്രദർശനം നടന്നത് എന്താ വെച്ചാൽ അത്ഭുതങ്ങൾ നടന്ന, അടയാളങ്ങൾ നടന്ന്, വീര്യപ്രവർത്തികൾ നടന്ന്, മന്ത്രവാദികൾ പോലും അവരുടെ മന്ത്രത്തകളിൽ കൊണ്ട് കത്തിച്ച് കളഞ്ഞു. അല്ലെങ്കിൽ മന്ത്രവാദികൾ പോലും വിശ്വാസത്തിലേക്ക് വരാൻ കാരണമായതിന്റെ കാര്യം അവിടുത്തെ വചനം അവർ സംസാരിച്ചപ്പോൾ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം നടന്നു. കാരണം അതെന്ത് ദൈവത്തിന്റെ പ്രോമിസ് ആയിരുന്നു. മർക്കോസ് സുവിശേഷം അവസാനത്തിൽ പറയും, നിങ്ങൾ കുമിടാറ്റപ്പ പോയിട്ട് എല്ലാവരോടും വചനം പ്രസംഗിക്കുമ്പോൾ എന്താ പറയുക, അത്ഭുതങ്ങളാലും അടയാളങ്ങളും വീര്യപ്രവൃത്തികളാലും ഞാൻ വചനത്തെ ഉറപ്പിക്കും, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾ പറയുന്ന വചനത്തെ ഉറപ്പിക്കുക എന്നുള്ള ദൈവത്തിന്റെ ഉത്തരവാദിത്തം. എങ്ങനെ ഉറപ്പിക്കുന്നത്? വചനം പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളാലുമാണ് ദൈവത്തിന്റെ വചനത്തെ ദൈവം ഉറപ്പിക്കുന്നത്. അത് നമ്മളല്ല ഉറപ്പിക്കുന്നത്, നമ്മളല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന വചനം ആത്മാവിൽ ആണെങ്കിൽ അവിടെ ശക്തി പുറപ്പെടും. ഈ ശക്തി പുറപ്പെട്ടാൽ അവിടെ എന്ത് നടക്കും? അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. ഇന്ന് പലപ്പോഴും വചനം പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പലപ്പോഴും പലരും ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം അവർ നോക്കുന്നത് എന്താണെന്നറിയാവോ, ഒരു വിശ്വാസ ഉള്ളത്തിൽ എന്തെങ്കിലും രൂപാന്തരം വന്നിട്ടുണ്ടോ, അവൾ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ തലയോളം വളരുന്നുണ്ടോ, അവൾ വിശ്വാസം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതിനെക്കാട്ടി നല്ലത് അവരവിടെ നിന്ന് കിട്ടുന്ന അവസരം എന്ത് ചെയ്യുന്നറിയാം, അവർ തലയിൽ ഡൈ അടിച്ചിട്ടുണ്ടോ, ഏത് കളറാണ് അടിച്ചേക്കുന്നത്, അവരുടെ ഡ്രസ്സ് എന്താണ് ഇട്ടേക്കുന്നത്, അവർ ആഭരണം ഇട്ടിട്ടുണ്ടോ, അവരുടെ മുടി വെട്ടിയിട്ടുണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങൾ നോക്കി അതിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ദൈവം സൃഷ്ടിച്ച പലരും പലപ്പോഴും പറയുന്നൊരു കാര്യം ഞാൻ കേട്ടു, ദൈവം സൃഷ്ടിച്ചപ്പോൾ കാതിലും മൂക്കിലും കഴുത്തൊന്നും തുളയിട്ടിരുന്നില്ല, അതുകൊണ്ട് കമ്മലും മാലയൊക്കെ കുഴിച്ചിട്ട് ഇടുന്ന ശരിയല്ല. ദൈവം സൃഷ്ടിച്ചതുപോലെയാണ് ഇന്ന് മനുഷ്യൻ നടക്കുന്നത്. ദൈവം സൃഷ്ടിച്ചപ്പോൾ അവന് വസ്ത്രം കൊടുത്തിരുന്നില്ല. പിന്നീട് ആദവും ഹവ്വയും പാപം ചെയ്ത് അവര് തന്നെ അത്തി ഇലകൾ തുന്നി ഒരു എന്താ പറയുക ഒരു വസ്ത്രം ഉണ്ടാക്കി. പക്ഷേ ദൈവം എന്നിട്ട് ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ തോല് കൊണ്ട് ഒരു വസ്ത്രം ഉടുപ്പിച്ചു കൊടുത്തു. ഇന്ന് മൃഗത്തിന്റെ തോല് കൊണ്ടുള്ള വസ്ത്രം കൊടുത്താണോ ദൈവം ജനങ്ങൾ നടക്കുന്നത്? അല്ല. കാരണം അവന്റെ ബുദ്ധി വികസിച്ച് അവന്റെ ജീവിത സാഹചര്യങ്ങൾ മാറി. എപ്പോൾ അന്ന് അവർക്ക് താമസിക്കാൻ ഗുഹകളൊക്കെ ആദ്യം മനുഷ്യൻ തെരഞ്ഞെടുത്തത്. ഇന്ന് എല്ലാവരും ഗുഹകളിലാണ് താമസം. അല്ല, അവന് ബുദ്ധി വികസിച്ച് ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ അവൻ നല്ല വീടുകൾ ഉണ്ടാക്കി പാർക്കാൻ തുടങ്ങി. പണ്ടത്തെ കാലത്ത് ആദ്യകാലത്ത് ഉണ്ടാക്കിയ വീടുകളാണോ ഇന്നുണ്ടാക്കിയേക്കുന്നത്? അല്ല, മനുഷ്യൻ മാറുന്നതനുസരിച്ച് വീടുകൾക്ക് വ്യത്യാസം വന്നു തുടങ്ങി, അല്ലേ? ആണോ? അവന്റെ വസ്ത്രധാരത്തിൽ വ്യത്യാസം വന്നു തുടങ്ങി. ഈ പ്രസംഗിക്കപ്പെടുന്ന പറയപ്പെടുന്ന യുവദാസന്മാരൊക്കെ എന്തിനാ പാൻസ് ഷർട്ട് ഇടുന്നത്? എന്തിനാ അവര് മുടി മുറിക്കുന്നത്? കർത്താവ് പറഞ്ഞ മുടി മുറിച്ചു സൃഷ്ടിച്ച പറഞ്ഞു, നിങ്ങൾ മുടി മുറിക്കാൻ പറഞ്ഞു. സൃഷ്ടിച്ച പോലെ ഇരിക്കണേ മുടി മുറിക്കേണ്ട കാര്യമില്ല. എന്താ താടി ഷേവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ദൈവം സൃഷ്ടിച്ചതുപോലെ നടക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ജ്ഞാനം തന്നിട്ടുണ്ട്, പരിജ്ഞാനം തന്നിട്ടുണ്ട്. നമ്മൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നേക്കും. ഇന്ന് കാണുന്ന ഈ ടെക്നോളജി മുഴുവനും കണ്ടുപിടിച്ചത് മനുഷ്യന്റെ ജ്ഞാനത്താലല്ല, ദൈവത്തിന്റെ ജ്ഞാനത്താൽ തന്നെയാണത്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ് ഓരോ വർഷം കഴിയും തോറും എത്ര അപ്ഡേറ്റഡ് വേർഷനാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ ആദ്യത്തെ ആരെങ്കിലും ഇത്രയുള്ള ആദ്യത്തെ എറിക്സന്റെ സെറ്റ് ആദ്യം ഇറങ്ങിയത് എൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന ആദ്യത്തെ സെറ്റ് നോക്കിയിട്ട് ഇത്ര വലിയൊരു സെറ്റായിരുന്നു. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അല്ല, കാരണം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ മാറ്റം വരുന്നുണ്ട്.
നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഹാലയിലെ മനുഷ്യന് അല്ലെ അവന്റെ ബേസിക് ക്യാരക്ടർ മാറ്റാതെ ഹാലയിലെ അവന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ദൈവ സ്നേഹം കളയാതെ ഹാലയിലെ അവന്റെ ഉള്ളിൽ ദൈവം പകർന്ന ദൈവത്തിന്റെ സ്വഭാവങ്ങൾ കളയാതെ അവൻ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഹാലയിലെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി താമസിക്കുന്നുണ്ട്, പലയിടങ്ങളിൽ പോകുന്നുണ്ട്, പലതും ഹാലയിലെ വാങ്ങുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, ഇതൊക്കെയുണ്ട്. നമ്മുടെയൊക്കെ ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കിച്ചൺ ഹാല, ഞങ്ങളൊക്കെ കരുനാപ്പള്ളി താമസിക്കുമ്പോൾ ഉള്ള ഹാല കിച്ചൺ പറഞ്ഞു കഴിഞ്ഞാൽ ആമി ഹാല നമ്മൾക്കൊക്കെ അന്ന് ഗ്യാസ് ഒന്നുമില്ല, നല്ല നമ്മളെ അടുപ്പാണ്. ഇന്ന് ഏതെങ്കിലും വീട്ടിൽ വിറക് വെച്ച് അടുപ്പൂതി കത്തിച്ച് ഹാലയിലിയ ആമീൻ ഭക്ഷണം പാകം ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ആർക്കും അനക്കൊന്നുമില്ലേ? നിങ്ങൾ ആരെങ്കിലും അടുപ്പൂതി കത്തിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ ഊതി കത്തിച്ചിട്ടുണ്ട്. പണ്ട് മഴക്കാലമൊക്കെ വന്നാൽ പിന്നെ വിറക് വന്ന് കത്തത്തിൽ ഊതി 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 ഒരു കുഴലൊക്കെ വെച്ച് ഊതി ഊതി ഊതിയൊക്കെ പോയിച്ചൊക്കെ കത്തിച്ചിട്ടുണ്ട്. മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ പഠിച്ചിട്ടുണ്ട് ഹാലയിൽ. ഇന്ന് അത് പറഞ്ഞ് ഞാൻ പണ്ട് അങ്ങനെയായിരുന്നതുകൊണ്ട് ഞാൻ ഇന്നും അങ്ങനെ ഇരിക്കത്തുള്ളൂ നമ്മൾ പറയൂ? അന്നത്തെ ഡെവലപ്മെന്റ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ, അന്നത്തെ നമ്മുടെ കപ്പാസിറ്റി അത്രയും ഉണ്ടായിരുന്നുള്ളൂ, അന്നത്തെ സാഹചര്യങ്ങൾ അതായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ സാഹചര്യം മാറിയപ്പോൾ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ എന്താ പറയാ ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കാൻ തുടങ്ങി ഹാലയിലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങി. എൻ്റെ അമ്മ പണ്ട് അടുപ്പിൽ ഊതി, ഞാനും ഇന്ന് അടുപ്പിൽ ഊതത്തോളം ആരെങ്കിലും പറയോ? ഇല്ല. ഇതൊക്കെ എന്താ ഈ ലോകത്തിൽ ഹാലിലെ സകലം സൃഷ്ടിക്കപ്പെടുന്നത് ഹാലിൽ ഈ ഭൂമി അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നെങ്കിൽ ഇന്ന് മനുഷ്യന് കൊടുത്ത ബുദ്ധി അനുസരിച്ച് നമ്മളെപ്പോഴും പറയും ഏറ്റവും ജ്ഞാനമുള്ളത് ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞ ഇസ്രായേൽ ജനം തന്നെയാണ്. അവരുടെ സൃഷ്ടിപ്പാണ് ഇന്ന് പലതും നമ്മൾ കാണുന്നത്. യഹൂദന്മാരുടെ കണ്ടുപിടുത്തങ്ങളും യഹൂദന്മാരുടെ ടെക്നോളജിയുമാണ് ഇന്ന് പലയിടങ്ങളിൽ കൃഷി സ്ഥലങ്ങളിൽ പോലും, ഇന്ന് ഇന്ത്യയിൽ പോലും കൃഷി ചെയ്യാൻ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കി നമ്മുടെ ഇരിക്കുന്നത് പാലയോ കോട്ടയം കണ്ടാണ് അവർ ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചേക്കുന്നത്. ഹല്ലേലൂയ. അത് ഉപയോഗിച്ചിട്ട് ഇന്ന് പലരും ആ ടെക്നോളജി യൂസ് ചെയ്ത് അതിനെ ഉപയോഗപ്പെടുത്തി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ദൈവം കൊടുത്ത ജ്ഞാനത്താലും ദൈവം കൊടുത്ത പരിജ്ഞാനത്താലും അവർ ഡെവലപ്പ് ചെയ്തത്. നമ്മുടെ ഷാദിയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്നത് ഇപ്പൊ പണ്ട് ഗോതമ്പ് എന്താ പറയാ, പണ്ട് ഒരിക്കൽ പാകിസ്ഥാനി പ്രളയമൊക്കെ വന്ന സമയത്താണ് അവിടെ ഗോതമ്പിന്റെ മൈദയ്ക്കും ഒക്കെ ഭയങ്കര സ്കേഴ്സിറ്റി വന്ന സമയത്താണ് അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ തരും. മരുഭൂമിയിൽ അവർ പൊന്നു വിളയിക്കാൻ തുടങ്ങി. എന്താ വെച്ചാൽ മരുഭൂമിയിൽ അതുവരെ ഗോതമ്പും അരിയും ഒന്നും കൃഷി ചെയ്യാം. പക്ഷെ ഗോതമ്പ് കൃഷിക്ക് അവർ ഇസ്രായേലിയൻ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ന് യുഎയിലേക്ക് വേണ്ടുന്ന സഫീഷ്യന്റ് ആയിട്ട് അത്ര ഗോതമ്പുകൾ ഇന്ന് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ നമുക്ക് മറ്റവർ കാണിച്ചു കൊടുത്തു മരുഭൂമിയാണെങ്കിലും ഹലേരി അവിടെ ഗോതമ്പ് വിളയിക്കാമെന്ന് അവരുടെ ടെക്നോ. അപ്പൊ ഈ ടെക്നോളജി അവരുണ്ടാക്കി ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ? ദൈവം കൊടുത്ത ജ്ഞാനത്താലാണ്. അത് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, ഒന്നും നമ്മളെ അഡിക്റ്റ് ആക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നിനും നമ്മൾ അടിമകളായി പോകരുതേ ഉള്ളൂ. എനിക്കിതില്ല. ചില ആൾക്കാർ ഞാൻ പറയാം, ഞങ്ങൾ പണ്ട് ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങും. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഹാലലിയ. അപ്പം എൻ്റെ അനിയത്തി ഞാൻ അഞ്ചു, ഞങ്ങൾ 3 പേരും കൂടിയായിരുന്നു ഇപ്പോഴും ഹാലലിയ ഉണ്ടായിരുന്നു അവിടെ ദുബായി വെച്ചിട്ട്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഫ്രണ്ട് അഞ്ജുനാണെങ്കിൽ അവൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചായ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നും. പക്ഷെ അവൾക്ക് മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ അവൾക്ക് കോൺഫിഡൻസ് ഇല്ല പോകാനായിട്ട് ഓഫീസിൽ പോകാൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മുടി ചീകിയില്ലെങ്കിൽ പോലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറമേ ഉള്ള ഇതിലല്ലായിരുന്നു. എൻ്റെ കോൺഫിഡൻസ് എനിക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കിലാണ്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവള് വണ്ടിയിൽ ഇരുന്നെങ്കിലും അതെല്ലാം ചെയ്തിട്ടേ എവിടെ ഓഫീസിലോട്ട് എത്തത്തുള്ളൂ. കാരണം അത് ചില ആൾക്കാർക്ക് ബ്രാൻഡ് ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ല. ഞങ്ങളുടെ ദീപ്തി എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് അവൾ വാങ്ങുന്ന ഡ്രസ്സ് ചിലപ്പോൾ അവൾക്ക് ഒരു 10 ദിറംസിന് ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ട് വരും. വാങ്ങിക്കൊണ്ട് അവൾ ഇത് ഇടാതെ വെക്കും. എന്നിട്ട് അതിൻ്റെ മേളിൽ അവള് ഒരു 100-150 ദിറംസിന്റെ വിലയുള്ള എന്തെങ്കിലും ഒരു ഓവർകോട്ട് പോലെ എന്തെങ്കിലും ഒരു സാധനം കൂടെ വാങ്ങിയിട്ടേ അത് ഇടത്തുള്ളൂ. കാരണം വെച്ചാൽ ഈ 10 ദിറംസിന്റെ ഡ്രസ്സ് ഇട്ടുപോയാൽ അവൾക്ക് കോൺഫിഡൻസ് ഇല്ല. കാരണം ബ്രാൻഡ് വന്നാലേ കോൺഫിഡൻസ് വരത്തുള്ളൂ. മനസ്സിലായല്ലേ? ഇത് ഓരോരുത്തരുടെ ബേസിക് ക്യാരക്ടർ. പക്ഷെ ഇങ്ങനെ നമ്മൾ ആകരുത്. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കൂട്ടത്തിലൊരു കൊച്ച് അവളുടെ വണ്ണത്തെക്കുറിച്ച് അവൾക്ക് പോക്ക് കുറവാണെന്ന്, നിറം കുറവാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിങ്ങനെ സംസാരിക്കേണ്ടിടേ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ആരും പറയില്ല. ദൈവത്തിന്റെ മാസ്റ്റർ പീസാണ് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മാസ്റ്റർ പീസാണ് അല്ലേ? എന്താ ഒരു കലാകാരന്റെ, ഒരു ശില്പിയുടെ മാസ്റ്റർ പീസ് എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ ഇഷ്ടത്തോടെ കരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന മാസ്റ്റർ പീസ്. അപ്പൊ അങ്ങനെയാണ് ദൈവം കരം കൊണ്ട് ഉണ്ടാക്കിയത് മനുഷ്യന് മാത്രമാണ്. കാരണം അതും ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മൾ ഉണ്ടാക്കി. ദൈവത്തെ കാണാൻ കൊള്ളത്തില്ലേ? ഇല്ലേ?
പതിനായിരങ്ങൾ അതിശ്രേഷ്ഠൻ എന്നാ പറയുന്നത്. സുന്ദരന്മാര് ശൂന്യൻകാരത്തി പറയുന്നത് എന്താ പറയാ, എന്റെ പ്രിയൻ അല്ലെ വെള്ളയും ചുവപ്പും ഉള്ളവൻ. ഇവരെക്കാളെല്ലാം സുന്ദരൻ. ശലോമോന്റെ രഥവും ശലോമോന്റെ ചമഞ്ഞിരിക്കുന്ന ഒന്നും അല്ല എന്റെ പ്രിയൻ വെച്ച് നോക്കുമ്പോഴാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ സുന്ദരനാണെന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിന് രൂപവും സാദൃശ്യം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളെങ്കിൽ ഹാലയില്ലേ നമ്മൾ കൊള്ളില്ലേ? ദൈവം സൃഷ്ടിച്ചതല്ല നല്ലതെന്ന് ഹാലയിലെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ദൈവം സൃഷ്ടിച്ചതാണോ നമ്മളെ ഓരോരുത്തരെയും? ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങളോട് എന്നോടും ഹാലലി എന്ന് പറഞ്ഞ സഹോദരിയോടും കൂടെ ഞാൻ ചോദിക്കും. അപ്പൊ ദൈവം സൃഷ്ടിച്ചതാണോ നമ്മളെയൊക്കെ? അതെ. ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലതാണ്. അപ്പൊ ഞാൻ നല്ലതാണോ, അല്ലെങ്കിൽ മോള് നല്ലതാണോ? അല്ലയോ? നല്ലതാണ്. ഞാൻ പറഞ്ഞു എങ്കിൽ ഇനി മേലെ പറയരുത് എന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന്. കാരണം ദൈവത്തിന്റെ മാസ്റ്റർ പീസാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ആണെങ്കിൽ ഞാനാണ് ഏറ്റവും സുന്ദരി ഹലേ, അല്ലെ ഏറ്റവും സുന്ദരൻ ഹലേ എന്ന് വെച്ചാൽ എന്നെ ഉണ്ടാക്കിയേക്കുന്ന ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും. ഇപ്പൊ എന്നെ കാണാൻ കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞു, എന്റെ കർത്താവിനെ കാണാൻ കൊള്ളില്ലെന്ന് പറയുന്നതിന് ഒപ്പുവാ അല്ലേ സാറാമ്മ സിസ്റ്ററെ? അങ്ങനെയല്ലേ? ഇച്ചി നിറം കുറഞ്ഞു പോയി, ഇച്ചി വണ്ണം കൂടിപ്പോയി, ഹാലയില ഇത്തിരി ഹാലയില എന്താ പൊക്കം കുറഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ ഹാലയില എന്താ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഞാൻ ആ വ്യക്തി അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി ഏറ്റവും നല്ലതായിട്ട് സൃഷ്ടിക്കപ്പെട്ടേക്കുന്നത്. ദൈവം നല്ലത് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ചീത്ത എന്ന് പറയാൻ എനിക്ക് പറ്റരുത്, നമുക്ക് സാധിക്കരുത്. പല കുഞ്ഞുങ്ങൾക്ക് ഇന്നുണ്ട് ഈ അപകർഷതാബോധം, കാരണം എന്നെ കാണാൻ കൊള്ളത്തില്ല എന്നുള്ളത്. ഹാലേലിയ. കുഞ്ഞുങ്ങൾക്ക് മാത്രമേ വലിയവർക്കും ഉണ്ട്, പലർക്കും ഉണ്ട്. കാലം വിളിച്ച് വണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ണം വെച്ച് ഹാലേലിയ അങ്ങനെ ഇതാന്നൊക്കെ പറഞ്ഞ് നമുക്കുണ്ട് ഇത്. പക്ഷേ അതൊക്കെ പറയുമ്പോൾ നമ്മുടെ വായ കൊണ്ട് നമ്മൾ കൊള്ളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വായ കൊണ്ട് കൊള്ളില്ല എന്ന് പറയുമ്പോൾ ഹാലേലിയ നമ്മുടെ കർത്താവിനെ കൊള്ളത്തില്ല എന്നാണ് പറയുന്നത്. കാരണം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, അവന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ രൂപവും സാദൃശ്യമാണ് നമുക്ക് തന്നതെങ്കിൽ നമ്മളെ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തെയും കൊള്ളില്ല എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മുടെ ദൈവം സുന്ദരനാണ്, അതിശ്രേഷ്ഠനാണ്. ഹാലേലൂയ. ആമയും വെണ്മയും ചുവപ്പും ഉള്ളവനാണ്. ഹാലേലിയ. 10,000 അതിസുന്ദരൻ അത് ഷാരോനിൽ പനിനീർ പുഷ്പം പോലെയാണെന്നൊക്കെ പാടുമ്പോൾ ഹാലേലിയ നമ്മുടെ വായ കൊണ്ട് ഇത് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ ഇനി മേലെ ഞാൻ പറയത്തില്ല ആൻറ്റി ഞാൻ കൊള്ളില്ല, ഞാൻ ഏറ്റവും സുന്ദരിയാന്ന് പറയുന്നു. ഞാൻ ശരി അങ്ങനെ പറഞ്ഞാൽ മതി, അപ്പം നമ്മൾ സുന്ദരി ആയിക്കോളും അല്ലെ. ഇത് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വചനത്തിടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞത് അപ്പം ദൈവത്തിന്റെ വചനം അല്ലെ നമ്മുടെ പ്രസംഗം ഹാലെ മനുഷ്യന്റെ ജ്ഞാനത്താൽ ഒരിക്കലും വരരുത്. മാനുഷിക ജ്ഞാനം ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്തും അല്ല ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ മാനുഷിക ജ്ഞാനം നമുക്കുണ്ടാവും. പക്ഷേ അതിനോടൊപ്പം പരിശുദ്ധാത്മ ശക്തി കൂടെ. നമ്മുടെ വിജയ പാസ്റ്റർ പ്രസംഗങ്ങൾ എപ്പോഴും ഭയങ്കര നല്ലതാകുന്നതിന്റെ കാരണം വെച്ചാൽ വിജയ പാസ്റ്റർ മാനുഷിക ജ്ഞാനം ഉണ്ടെന്ന് വെച്ചാൽ 5 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ച് ഹാലേലിയ ആമീൻ അവിടെ ഹാലേലിയ പഠിച്ചതും ആമീൻ എന്താ പറയുക ഒരുപാട് ബുക്ക് റെഫർ ചെയ്യുന്ന ഇതൊക്കെ. പക്ഷെ അതിനോടൊപ്പം പരിശുദ്ധാത്മാവിൽ വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അല്ല എന്ത് പ്രസംഗിക്കണം കർത്താവെ നാളെ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്ന വചനം അല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയും കൂടെ ചേരുമ്പോൾ ആ ജ്ഞാനവും ശക്തിയും കൂടെ വരുമ്പോഴാണ് എന്താ പറയുക അവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ നടക്കുന്നത്, അല്ലെ വീര്യപ്രവൃത്തി നടക്കുന്നത്. വചനം ഒരിക്കലും ആ മേഘാലയിലെ ബുദ്ധിയിൽ നിന്ന് മാത്രം മനുഷ്യ ജ്ഞാനത്തിൽ നിന്ന് മാത്രം പറയില്ല. പല ദേവദാസന്മാരുടെ പ്രസംഗം ഭയങ്കര നല്ലതായിരിക്കും, പക്ഷേങ്കിൽ അവിടെ ഒരു ശക്തിയുടെ പ്രദർശനം നടക്കുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അല്ല ഒരു ശക്തിയുടെ പ്രദർശനം നടക്കാല്ല. അവരിങ്ങനെ നല്ല റെഫർ ചെയ്തും നല്ല ഒത്തിരി അമിഹാലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത് ആക്ച്വലി ഇസ് വളരെ ഡെപ്ത് ആയിട്ടൊക്കെ പ്രസംഗിക്കും. പക്ഷെ അത് മാനുഷിക ജ്ഞാനം അവിടെ പറയുന്നത് ഹാലെ. അതുകൊണ്ട് ഒരു പ്രയോജനവും നമുക്കില്ല എന്ന് പറയാൻ പറ്റരുത്. നമുക്ക് അറിവുണ്ടാകും. അറിവ് മനുഷ്യനെ ചീർപ്പിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹാലേലി. അപ്പൊ അറിവുണ്ടാകും. ഹലേന്നല്ല ദൈവദാസൻ നമ്മുടെ അവിടെ പ്രസംഗിച്ച് പറഞ്ഞു ഹാലേലി എന്താ മനുഷ്യർക്ക് ഹാലേലി പാപബോധവും ഉണ്ടാകും, കുറ്റബോധവും ഉണ്ടാകും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അമ്മീ ഹാലേലി എന്താ പറയാ പാപബോധം നമുക്ക് തരുന്നത്. പക്ഷെ പിശാച് നമ്മുടെ ഉള്ളിൽ കുറ്റബോധം തരുന്നത്. യൂദായ്ക്കുണ്ടായത് കുറ്റബോധമായിരുന്നു. അതുകൊണ്ട് യൂദാ പോയിട്ട് കെട്ടിഞ്ഞാന്ന് ചത്തത്. കുറ്റബോധം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് മാത്രം നോക്കും, പാപബോധം ഉണ്ടായാൽ നമ്മൾ ദൈവത്തെങ്കിലേക്ക് നോക്കും.
ഹാലേ. അപ്പൊ നമ്മൾ ഉണ്ടാകേണ്ടത് പാപബോധമാണ്. ഈ പാപബോധം നമ്മൾ വന്നാൽ മാത്രമേ കുറ്റബോധം ചിലക്കണ്ടവർ കള്ളു കുടിക്കുന്നവരും അല്ലെ സേറ്റ് വലിക്കുന്നവരൊക്കെ ഭയങ്കര അയ്യോ എനിക്ക് ഭയങ്കര ഞാൻ ചെയ്തൊക്കെ തെറ്റായിപ്പോയി, ഇതുപോലെ ഞാനത് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അവർക്ക് കുറ്റബോധം വരുമ്പോൾ ഇതൊക്കെ പറയും. അവരവരിലേക്ക് നോക്കും. പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും പോയി ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവർ ഒരിക്കലും ആ ചെയ്യുന്നതിന്റെ പാപബോധം അവർ വരുന്നില്ല. പരിശുദ്ധാത്മാ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ഹാലേലിയ എന്താ പറയാ, അവൻ സകലത്തിൽ നമുക്ക് ബോധം വരുത്തും. നമ്മൾ മുറിയനായ പുത്രനെ കുറിച്ച് അവൻ സുബോധം ഉണ്ടായപ്പോഴാണ് മടങ്ങി വന്നത്. ആ സുബോധം വെച്ച പാപബോധമാണ്. അവന് പാപബോധം അവൻ പിതാവിന്റെ അടുക്കലേക്ക് വന്നു. അപ്പൊ നമുക്ക് പാപബോധം വന്നാൽ നമ്മളെ ദൈവത്തിങ്കിലേക്ക് അത് അടുപ്പിക്കും, ദൈവത്തിങ്കിലേക്ക് നോക്കും, നമ്മൾ ദൈവത്തിലേക്ക് അടുപ്പിക്കും നമ്മളെ. പക്ഷെ കുറ്റബോധം വന്നാൽ ദൈവത്തിങ്കിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടുപോകും. ദൈവത്തിൽ നമ്മളെ അകറ്റിക്കൊണ്ടു നമ്മള് എന്താ കഴിഞ്ഞ ദിവസം കുഞ്ഞു പ്രസംഗിച്ചതുപോലെ പലപ്പോഴും പലരെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് അവരുടെ ഉള്ളിൽ വരുന്ന കുറ്റബോധമാണ്. ഞാൻ തെറ്റു ചെയ്തു പോയി, ഞാൻ പാപിയാണ്, ഇനി ദൈവത്തിന്റെ പക്കലേക്ക് പോകാൻ പറ്റത്തില്ല, അല്ല ദൈവത്തിന് നിൽക്കാൻ കൊള്ളില്ല എന്നുള്ള കുറ്റബോധം വരുമ്പോൾ അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു. നമ്മുടെ ഗ്രേസ് സിസ്റ്റർ ബിജു പാസ്റ്റർ പറഞ്ഞ് ആൻമോളുടെ പ്രസംഗം ഞാൻ കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇതുപോലെ വചനം പറഞ്ഞാൽ ആ ഏജിലുള്ള തലമുറയ്ക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ പറയുമ്പം ആ ഏജിലുള്ള തലമുറ അത് ശ്രദ്ധിക്കും. കാരണം അവർക്ക് കുറെ കൂടെ റിലേറ്റ് ഇവരുടെ ഭാഷ. അപ്പൊ ആ ഒരു പിക്ചറൊക്കെ കാണിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോളെ ബുധനാഴ്ച മീറ്റിംഗ് വിളിച്ച് പ്രസംഗിപ്പിക്കണം, ഞാൻ ഗ്രേസിയോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ചിരിച്ചിരുന്നിട്ട് കാരണം ചെന്നിട്ട് പറഞ്ഞു ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇന്നത്തെ കാലത്ത് തലമുറകൾ ഇല്ല. അപ്പൊ ഒരു തലമുറ, നമ്മുടെ തലമുറ കൃപയിൽ നിൽക്കുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ അത് പറഞ്ഞിങ്ങനെ ദിവസം അപ്പൊ പറഞ്ഞു ഇത് എന്തുകൊണ്ട് അവരെ ശ്രദ്ധിക്കാൻ കാര്യം വെച്ചാൽ അവൾ പറഞ്ഞപ്പോൾ അവൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് യൂത്തിനെയാണ്, അവരുടെ ഏജുള്ള തലമുറകളെയാണ്. പലപ്പോഴും പലരുടെയും കൺഫ്യൂഷൻസ്, പലരുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും ദൈവത്തിന് നിൽക്കാൻ നമുക്ക് പറ്റില്ല, ദൈവത്തിന് അടുത്തെല്ലാം പറ്റില്ല എന്ന് അവരുടെ ഉള്ളിൽ പറയുന്ന ഒരു കുറ്റബോധം. അത് ആര് കൊടുക്കുന്ന? പിശാച് കൊടുക്കുന്ന കുറ്റബോധത്തിൽ കുഞ്ഞുങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങൾ അനേകം മദ്യത്തിന് മയക്കുന്ന അടിമകളാകുന്നതിന്റെ കാര്യം എന്താ? ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവരെ കറക്റ്റ് ചെയ്യാനായിട്ട്, അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട്, അവരെ സ്നേഹിക്കാനായിട്ട് ആരും ഇല്ലാത്തത് തന്നെ കാരണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന അറ്റൻഷൻ കൊടുക്കണം, നമ്മൾ കെയർ കൊടുക്കണം, നമ്മൾ അവരുടെ വിഷയങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം. ഓരോ ദിവസം അവരോട് സംസാരിക്കണം. അവരുടെ ഉള്ളത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. ചില മാതാപിതാക്കന്മാരുണ്ട് പിള്ളേരെ കാണുമ്പോഴെല്ലാം ചാടിക്കടിച്ച് ഒരു സ്നേഹവും കാണിക്കത്തില്ല, ഒരു കാര്യം സ്നേഹത്തോട് ചോദിക്കത്തില്ല. അങ്ങനെ നിൽക്കുക. അവരോട് വല്ലതും പറയോ? കുഞ്ഞുങ്ങളൊന്ന് ഷെയർ ചെയ്യുമോ? അവരുടെ ജീവിതത്തിൽ അബദ്ധം പറ്റിയാൽ എന്തെങ്കിലും ഷെയർ ചെയ്യുമോ? ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം, ചെറിയ കുഞ്ഞുങ്ങളെ പോലും നമ്മൾ ബാഡ് ടച്ചും ഗുഡ് ടച്ചും പഠിപ്പിക്കണം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരാൾ ശരീരത്തിൽ തൊടുമ്പോൾ അത് എന്ത് ഇതിൽ തൊടുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പാകത്തിൽ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാൻ പറയണം. എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ ഉണ്ടായാൽ നമ്മളോടൊന്ന് പറയാൻ പറയണം. ഇതൊക്കെ പറഞ്ഞു കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി അവർക്ക് അങ്ങനെ പോകുമ്പോൾ അവരുടെ ബാഗ്, സ്കൂളിൽ കൊണ്ടുവന്ന ബാഗ്, പുസ്തകങ്ങൾ, ഇതൊക്കെ നമ്മൾ ഡെയിലി എടുത്ത് നോക്കണം. അവർക്ക് അതൊക്കെ അടിക്കും. ഞാൻ എൻ്റെ മോക്ക് എപ്പോഴും ടൈം ടേബിൾ നോക്കി ബുക്ക് വെച്ച് കൊടുക്കുന്ന ഉത്തരവാദിത്തം എനിക്കായിരുന്നു. കാരണം അപ്പൊ നമ്മൾ ബാഗ് അവർക്ക് എപ്പോഴും മടിയാ അമ്മ ടൈം ടേബിൾ നോക്കി ബുക്ക് എടുത്ത്. അപ്പം നമ്മളാണ് ആ ബാഗെല്ലാം എടുത്ത് കുടഞ്ഞ് ബാഗ് എടുത്തിടക്കി കഴിവും. ഇതൊക്കെ എടുത്തിട്ട് ബോക്സ് ആണെങ്കിലും പെന്നാണെങ്കിലും ബുക്കാണെങ്കിലും ഇതെല്ലാം അടുക്കി വെച്ച് കൊടുക്കുന്നത് ഞാൻ. അപ്പൊ എന്താ, നമുക്ക് അതിനുള്ളിലൊക്കെ ആക്സസ് ഉണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ അവർ എന്തെങ്കിലും അതിനകത്ത് ഒളിപ്പിച്ചു വെക്കുക സാറാമ്മ സിസ്റ്ററെ? ഇല്ല. കാരണം എന്താ പറയുക, അമ്മ എടുക്കും, അമ്മ നോക്കും, അമ്മ ഇതെനിക്ക് വെച്ച് തരുമ്പോ അമ്മ കാണും എന്ന്. അപ്പൊ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വന്നാൽ പോലും അവര് നമ്മളോട് ഒന്ന് പറയും. ഇന്നെന്താ പേരൻസും കുഞ്ഞുങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഫെലോഷിപ്പിലൊക്കെ വ്യത്യാസം വന്നത് കൊണ്ടാണ്. എന്റെയൊക്കെ കുഞ്ഞിലെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നമ്മളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാല് എൻ്റെ മൂത്ത ബ്രദർ ഇപ്പോഴും പറയാറ്, ഇവള് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കഥ പറഞ്ഞ് അവിടുത്തെ ഈ ക്ലാസ്സിലെ പിള്ളേർ തമാശകളും മറ്റും മറിച്ചും എല്ലാം ഇങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ നമ്മൾ ഷെയർ ചെയ്യും ഇതൊക്കെ. എന്നിട്ട് ക്ലാസ്സിലെ നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഫെമിലിയറാണ്. കാരണം അവർ ചെയ്ത ഓരോ കുരുതൊക്കെ കോമഡിയൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞ് എല്ലാം അപ്പൊ എല്ലാവരും ആയിട്ട് അപ്പൊ നമ്മൾ എന്താ അന്നത്തെ ദിവസം നടക്കുന്ന കാര്യങ്ങൾ രാവിലെ തുടങ്ങി പോകുമ്പോൾ തുടങ്ങിയിട്ട് നടക്കുന്ന കാര്യങ്ങൾ മൊത്തം വീട്ടിൽ വന്ന് ഷെയർ ചെയ്യുമായിരുന്നു.
അപ്പൊ ഇത് കേൾക്കാനായിട്ട് ഇവർക്കും വലിയ ഇഷ്ടമാണ് ഹാലലി ഇരിക്കുമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ അപ്പൊ അവർക്കും നമ്മൾ ഒരു ദിവസത്തെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല. ഇന്ന് ആ ബന്ധങ്ങൾ ഇല്ല. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ബന്ധങ്ങൾ പോലും ഇന്നില്ല. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലും ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും. അത് തോണ്ടിക്കൊണ്ടായിരിക്കും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്, അല്ലേ? പക്ഷെ ഇതെല്ലാം മാറണം ഹാലയിൽ. ഇന്ന് നമ്മുടെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കയറി വന്നതാണ്. ഞാൻ ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചു വന്നിരുന്നതല്ല. പക്ഷെ ഇവിടെ ഞാൻ പറയാം, അപ്പൊ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ മാറ്റം വരുന്നില്ലെങ്കിൽ, നമ്മൾ രൂപാന്തരം വരുന്നില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ അത് എന്താ ഉൾനട്ടതുപോലെ ആകുന്നില്ലെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വചനം നമുക്ക് ഉപകാരമായി വരത്തില്ല. ഈ വചനം നമുക്ക് ഉപകാരമായി വന്നില്ലെങ്കിൽ, അല്ലെ നമ്മൾ വായിച്ചത് കൊണ്ടോ കേട്ടത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ ഒരു പ്രയോജനമില്ല. കാരണം വചനം എപ്പോഴും ഹാലേലൂയ, ദൈവത്തിന്റെ വചനം ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. പ്രാണനെ ആത്മാവിനെ സത്യവചകളെയും വേർപെടുവിക്കുവാനും തുളച്ചു കയറി ചെല്ലാൻ ശക്തിയുള്ളതാണ്. അപ്പൊ ഈ വചനത്തിന് ശക്തിയുണ്ട്. ഇത് പ്രാണനിലും ആത്മാവിലും സത്യമച്ചകൾ എല്ലാവരും വേണ്ടുന്നിടത്തേക്ക് ഇത് തുളച്ചു കയറി ചെല്ലണം. ഇത് ചെല്ലണമെങ്കിൽ നമ്മൾ കേട്ടത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. സാറമ്മ എപ്പോഴും പറയാറുണ്ട് ഹാലയിൽ, നമുക്ക് അസുഖം വരുമ്പോൾ പറയും, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അമ്മയും കുരിശുമേൽ കയറി അവൻ്റെ അടിപ്പിനാൽ നമുക്ക് പൂർണ്ണസൗഖ്യം വന്നിരിക്കുന്നു. ഹാല ഇതെല്ലാം പറയുമ്പോൾ എന്താ പറയാ, ഇതെന്താ രോഗം വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ വചനം ഇങ്ങനെ പൊങ്ങി വരണം. നമുക്കൊരു വിഷമം വരുമ്പോൾ ഹാലേലിയ, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹാലേലിയ, അവൻ എൻ്റെ ഉള്ളിൽ എനിക്ക് സങ്കടം വരുമ്പോഴും ഒത്തിരി പ്രതിസന്ധി വരുമ്പോഴത്തേനും കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് ആദ്യം തന്ന വചനമാണ്, നിന്റെ തല എത്ര മുടിയുണ്ടെന്ന് നീ അറിയുന്നില്ല. ഇതെൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയങ്ങളെല്ലാം അവിടെ കൊണ്ടങ്ങ് തീരും ഹാലെ. കാരണം വെച്ചാൽ ഞാൻ കൂളാകും ഹാലിലെ. കാരണം ഇത് ഓരോ പ്രതിസന്ധിയിലും നമുക്ക് ഇതുപോലെ വചനം നമ്മുടെ ഉള്ളിലേക്ക് പൊങ്ങി വേണം. നമ്മുടെ ഉള്ളത്തിൽ ഇത് ഉൾനട്ടതുപോലെ ഉണ്ടാകണം. ഒരുപാട് കേട്ടത് കൊണ്ടോ ഒരുപാട് വായിച്ചത് കൊണ്ടോ ഒരുപാട് പഠിച്ചത് കൊണ്ടോ അല്ല, കേൾക്കുന്ന ഒരു വാക്യമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ദിവസം കിടക്കുമെങ്കിൽ ആ വാക്യം നമ്മുടെ ജീവിതത്തിൽ ഹാലെ വലിയ വിടുതൽ സംഭവിക്കാനായിട്ടിടയാ. 1 കൊരിന്ത്യർ 4:20 ഒന്ന് വായിക്കുമോ? 1 കൊരിന്ത്യർ 2:4-5 നമ്മൾ ആദ്യം വായിച്ചത്. 1 കൊരിന്ത്യർ തന്നെ 4:20 വായിക്കും. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു. ആമേൻ. ദൈവരാജ്യം മതി. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. ഇസ്രായേൽ ജനത്തിന് പറ്റിപ്പോയ കാര്യം എന്താണെന്നറിയാം? അവർക്ക് മോശ തുടങ്ങിയിട്ട് അവർക്ക് ന്യായപ്രമാണം കൊടുത്തു. അവരപ്പം ന്യായപ്രമാണത്തിൽ ആയിരുന്നു അവര് കൂടുതൽ ഫോക്കസ്ഡ് ആയിരുന്നത്. അതിന്റെ പിന്നിലുള്ള ദൈവസ്നേഹമോ ദൈവശക്തിയോ അല്ലെങ്കിൽ വചനത്തിന്റെ ഇതൊന്നും അവർക്ക് ഹാലേലിയ മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവരെന്താ പറയുക, ന്യായപ്രമാണം ഹാലേലിയ അവരുടെ ഉള്ളിൽ ഒരു വിഗ്രഹം പോലെ ആയിട്ട് അവർ ഇതിൽ എഴുതിയേക്കുന്നതെല്ലാം അങ്ങനെ 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 ചെയ്യും, ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ എഴുതിയിട്ട് അല്ല അവരെന്താ ചെയ്യുന്നത്, പാപം ചെയ്തിട്ട് യാഗം കഴിക്കുക എന്നുള്ളതൊരു സ്ഥിരമായ കാര്യം. അതുപോലെ അവരൊരിക്കലും അവർക്ക് ദൈവമായിട്ടൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റും. അവരെപ്പോ പറഞ്ഞാൽ എന്ത് പറയുന്നറിയാ, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. നമ്മൾ അങ്ങനെയാണോ പറയുന്നത്? സാറാമ സിസ്റ്റർ ദൈവം, ബീന സിസ്റ്റർ ദൈവം, ഷേല സിസ്റ്റർ ദൈവം, ജോളിയാന്റെ ദൈവം എന്നാണ് നമ്മൾ പറയുന്നത്? അല്ല, നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്, എൻ്റെ അപ്പന ഈ ഒരു ആക്സസ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ അവരെപ്പോഴും പറയും, മോശയെ കുറിച്ച് പറയും, മോശ ഞങ്ങൾക്ക് മന്ന തന്നു അല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ മന്ന കൊടുത്തത് മോശയാണോ? അല്ല. കാരണം എന്താ അവർ പറയാൻ കാര്യം, അവർക്ക് ദൈവത്തെ ഭയമായിരുന്നു. ദൈവത്തിന്റെ അടുക്കൽ അന്ന് ദൈവം പറയുന്നത്, ഞങ്ങൾക്ക് അങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്ക് അവന്റെ ശബ്ദം കേൾക്കണ്ട, മോശ പോയി കേട്ടിട്ട് ഞങ്ങളോട് ഒന്ന് പറഞ്ഞാൽ മതി അല്ലേ? അപ്പൊ ഇവരെപ്പോഴും ദൈവത്തിൽ നിന്ന് അകലം പാലിച്ച് ദൈവത്തോട് അടുത്തല്ല എപ്പോഴും മടിച്ച് ദൈവമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് ഒരു ഫെലോഷിപ്പായിട്ട് വെക്കാൻ ആഗ്രഹിക്കാത്ത തെറ്റിപ്പോകുന്ന പിറുപിറുക്കുന്ന ജനം. ഇതുകൊണ്ട് തന്നെയാണ് അവർക്ക് ദൈവത്തിന്റെ ആ ന്യായപ്രമാണം അവരുടെ ഉള്ളത്തിലേക്ക് കയറിയിട്ട് അത് ഫോളോ ചെയ്യാൻ അല്ലെ പ്രമാണിക്കാനുള്ളതാന്ന് അവർക്ക് മനസ്സിലാകാതിരുന്നതിന്റെ കാര്യം. അവര് കട്ടിളപ്പടിമേൽ എഴുതും, കുറുമ്പടിമേൽ എഴുതും, അവരെ കൈത്തണ്ടയിൽ എഴുതും. എഴുതിയിട്ട് എന്ത് ചെയ്യും? ഹല്ലേലൂയ, ആമേൻ.
നമുക്ക് പഠിച്ച മനസ്സിലാകും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പൊ അവിടേക്ക് പോകുന്നില്ല. ഇവിടെ പറഞ്ഞേ ദൈവരാജ്യം വചനത്തിലുള്ള ശക്തിയിൽ എത്രയാകുന്നു. അപ്പൊ ശക്തിയിലായിരിക്കണം ദൈവത്തിന്റെ വചനമാകേണ്ടത്. അല്ലെ പത്രോസ് അപ്പോസ്തലനെ കൊണ്ട് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകും. പത്രോസ് അപ്പോസ്തലൻ യേശു കർത്താവിനോട് ഒപ്പം നടന്നു. പത്രോസ് യോഹന്നാനൊക്കെയാണ് യേശു കർത്താവിനെ ഹാലേലിയ. അപ്പൊ ഇവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എന്ന് പറയുന്ന ഹാലേലിയ പത്രോസ് അപ്പോസ്തലനും ഒക്കെ യേശുവിന് ഒപ്പം നടന്നവരാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ കൂടെ കൂടിയവരാണ് ഇവര്. യേശു കർത്താവിന്റെ എല്ലാ സ്റ്റേജിലും ഇവരെ കണ്ടവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞേ ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാ കാര്യങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. കാരണം അവിടെ യോഹന്നാൻ പറയുന്നത് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കൈ തൊട്ടതുമായ വചനം. യേശുവിനെ കുറിച്ച് അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പൊ അവര് കണ്ടത് കേട്ടത് കൈ തൊട്ട് അതുപോലെ അവര് അനുഭവിച്ചത്. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് നമുക്ക് പറയാൻ പറ്റുക എന്താ, നമ്മൾ പലപ്പോഴും യേശുവിനോടൊപ്പം ഹാലേലിയ ജീവിച്ചിരുന്ന യേശുവിനൊപ്പം നടന്നില്ല, ഇന്ന് ആത്മാവിൽ യേശുവിനൊപ്പം നടക്കുന്നവരാണ് നമ്മൾ. അല്ലേ? ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഏത് സാഹചര്യം രോഗക്കിടക്കെ കടന്നാലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരു കുരുലിന്റെ താഴ്വരയെ കുടിപ്പിലും കർത്താവ് അവിടെയുണ്ട്. നമ്മൾ ഏത് അവസ്ഥയിൽ പോകുമ്പോഴും കർത്താവ് നമ്മളെ വിട്ടിട്ട് മാറിപ്പോകത്തില്ല, നമ്മുടെ കൂടെയുണ്ട്. ഞാൻ എനിക്ക് കാണിച്ച ദർശനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാലേലിയ. ഞാൻ പോകുന്ന ആരൊക്കെ മുറിഞ്ഞ് കീറി രക്തം ഒഴുകുന്ന പാതയിലൂടെ പോകുമ്പോഴും എന്റെ ചാരി ഹാലല്ല ഇത്തിരി അകലം ഇട്ട് ഞാൻ വീണാൽ എന്നെ താങ്ങുന്ന രീതിയിൽ കർത്താവ് കൂടെയുണ്ട്. അപ്പൊ നമ്മൾ ഏത് അവസ്ഥയിൽ പോയാലും നമ്മളെ വിട്ടുകളഞ്ഞു പോകുന്ന കർത്താവിനെ അല്ല നമ്മൾ പിൻപറ്റുന്നത്, നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവിനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കർത്താവിന്റെ വചനം വചനം വെച്ച സാക്ഷാൽ യേശുക്രിസ്തുവാണ്. ഈ വചനത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വചനത്തിനോടൊപ്പം യേശുവിനോടൊപ്പം പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടാകണം, പ്രദർശനം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇന്നലെ ഒരു ആന്റി ഇതുപോലെ ഭയങ്കര മഴയും കാറ്റും മഴയൊക്കെ ഒന്ന് ഞങ്ങളുടെ വീട്ടിന്റെ മേലേക്ക് വലിയൊരു മരം വിരിച്ച് വീഴേണ്ടി, അത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ ഞാൻ ഭയപ്പെട്ടു പോയെന്നൊക്കെ പറയും. ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞപ്പോഴത്തേന് അവിടെ പ്രസംഗിക്കുമ്പോൾ ദിവസം പറഞ്ഞ് ആന്റി ഒറ്റയ്ക്കാന്ന് പറയല്. നമ്മൾ ആരും ഒറ്റയ്ക്കല്ല, നമ്മളെപ്പോഴും നമ്മുടെ കൂടെ വേറെ 3 പേരുണ്ട്. നമ്മൾ 4 പേര് ഒരുമിച്ചാണ് പോകുന്നത്. എവിടെയായിരിക്കും? നമ്മൾ 4 പേരുണ്ട്. ആരാ? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മൾ 4 ആയില്ലേ? ഹല്ലേലൂയ. അപ്പം നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ വചനം പ്രമാണിക്ക് ഞാനും പിതാവും നിങ്ങളുടെ കൂടെ വന്ന്, പരിശുദ്ധാത്മ ഓൾറെഡി നമ്മൾ ഉള്ളിൽ വന്നിട്ടുണ്ട്, കൂടെ വന്ന് നിങ്ങളോടൊപ്പം ഞങ്ങൾ വാസം ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞാൽ പിതാവ് പുത്ര പരിശുദ്ധാത്മായിട്ട് വാസം ചെയ്യുന്നവരാ നമ്മൾ. നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകുന്നില്ല, ഒറ്റയ്ക്കല്ല. ആരെങ്കിലും ഒറ്റയ്ക്കാണെയോ ഞാൻ തന്നെയാണ്, എന്റെ കൂടെ ആരും ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഹാലേലിയ. ഇതിവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഹാലേലിയ. അവരെന്ന് പറയുന്നത് പലരും നല്ല കഴിഞ്ഞ ചർച്ച ചെയ്തപ്പം 3-4 ദിവസമായിട്ട് പലയിടത്തും കറണ്ട് ഇല്ല, പലയിടത്തും ഭയങ്കര മരമൊക്കെ വലിയ മരമൊക്കെ പിഴുത് ഹാലേലിയ പക്ഷെ അവരുടെ വീടിന്റെ മുകളിലോട്ട് വീഴുന്നത് മാറി വീണ് ഇങ്ങനെയൊക്കെയാണ് സാക്ഷ്യങ്ങൾ. കാരണം കർത്താവ് തന്റെ ദൂതന്മാരെ അയച്ച് തന്റെ മക്കളെ കാക്കും എന്നുള്ളത്. ഒരു പയ്യനാണെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് എന്തോ എനിക്ക് തോന്നുന്നു ഈ മഴയത്ത് കണ്ണു കാണാഞ്ഞിട്ടുമല്ല, വലിയൊരു കൊക്കയിലേക്ക് പോലെ കുഴിയിലേക്ക് ഫ്രണ്ട് വീല് ഫുള്ള് ഇറങ്ങി ഇടിച്ച് പോയി, അതിനകത്തിട്ട് ഇറങ്ങി എയർ ബാഗൊക്കെ പുറത്ത് വന്നു. പക്ഷെ അത് വണ്ടി കണ്ടാലും ആളെങ്ങനെ പുറത്തിറങ്ങി, പുള്ളി എന്നിട്ട് തന്നെത്താനെ പുറത്തിറങ്ങി വീട്ടിൽ വന്നു. കാരണം ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് എന്നെ ആരെയും എടുത്ത് പുറത്തിറക്കിയതാണ്. വണ്ടി കണ്ടാല് അതിനകത്ത് ജീവനോടെ ആളുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഫ്രണ്ട് മൊത്തം എയർ ബാഗ് വരെ പുറത്ത് ആലോചിച്ച് നോക്ക്. പക്ഷെ ബാക്ക് വീല് മാത്രമേ ഇപ്പുറത്ത് നിൽക്കുള്ളൂ, ബാക്കി എല്ലാ കുഴിയിലേക്കാണ് നിൽക്കുക. പക്ഷെ അതിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ആൾ പുറത്തിറങ്ങാൻ പറ്റുമോ? ഡ്രൈവ് ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മളൊന്ന് അനങ്ങിയ ബാലൻസ് പോയിട്ട് വണ്ടി മൊത്തം കുഴിയിലേക്ക് പോകും. പക്ഷെ എന്നിട്ടും അവിടെ ഒന്ന് പുറത്തിറക്കി. ആരെ? കർത്താവിന്റെ കാര്യം അവിടെ ചെന്നു. കർത്താവ് നമ്മളെ ഇതാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത. നമ്മൾ ഏത് സാഹചര്യത്തിൽ കൂടുമ്പോഴും ഒരാപത്ത് നമുക്ക് വരുമെങ്കിൽ, ഒരനർത്ഥം നമുക്ക് വരുമെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഇറങ്ങി തന്റെ ദൂതന്മാരുണ്ടാവും, കർത്താവിന്റെ കാര്യം ഇറങ്ങി വന്ന് നമ്മളെ എടുത്ത് പുറത്തു കൊണ്ടുപോകും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിൽ അന്നത് ഞാൻ വിശ്വാസിയല്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, എനിക്ക് 7 വയസ്സില്ല, ഞാൻ കിണറ്റിലേക്ക് പോയ അവസ്ഥയും പറഞ്ഞിട്ടുണ്ട് പല പുടത്തിൽ. നമ്മുടെ ഗ്രൂപ്പ് കിണറ്റിലേക്ക് തലയും കുത്തിപ്പോയ ഞാൻ കിണറ്റിൽ ചെന്ന് നേരെ നിൽക്കുകയായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കരുനാപ്പിലൊക്കെ കിണറൊക്കെ അറിയില്ല, കുഞ്ഞ് റിങ് അല്ലെന്ന് വെച്ചാൽ വലിയ വിശാലമായ കിണറൊന്നുമല്ല, നമ്മൾ നേരെ തിരിച്ച് കറങ്ങിയൊന്നും വരാനുള്ള വലിയ ഇതൊന്നുമില്ല, ചെറിയ റിങ് താക്കുന്ന ടൈപ്പ് കിണർ അവിടെ ഉള്ള. അതിനകത്തേക്ക് തലയും കുത്തിപ്പോയ ഞാൻ എന്നെ താഴെ ചെന്നപ്പം ആരെ എടുത്ത് നിർത്തേക്ക് ഞാൻ നേരെ നിൽക്കുകയായിരുന്നു.
7 വയസ്സുള്ള ഞാൻ ആ കിണറ്റിൽ 12 അടി താഴ്ചയുള്ള കിണറ്റ് വീണിട്ട് എനിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. കയ്യിൽ അല്പം ഉടന്ന് പോറിയതല്ലാതെ ഒന്നും പറ്റിയില്ല. ഹാലയിലെ കാരണം അന്ന് ഞാൻ അറിയുന്നു എന്നെ കർത്താവ് അന്നേ കണ്ടതുകൊണ്ട് കർത്താവിന്റെ കരം അവിടെ താങ്ങി നമ്മളെ ഹാലയില നേരെ കൊണ്ട് നിർത്തി ഹാലയിലെ പുറത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അറിയാത്ത മേഖലയിലെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാത്ത അവസ്ഥയിലെല്ലാം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതൊന്നും നമ്മൾ കാണുന്നില്ല, അതൊന്നും നമ്മൾ ഗ്രഹിക്കുന്നില്ല. നമ്മൾ എന്താ ലിസ്റ്റിൽ എടുത്ത് വെക്കുമ്പോൾ ചെയ്ത ഉപകാരങ്ങളോർത്ത് നന്ദി പറഞ്ഞാൽ ഈ ഒരു മാസം മൊത്തം നന്ദി പറഞ്ഞാലും തീരത്തില്ല. പക്ഷെ നമ്മൾ അതൊന്നും ഓർക്കത്തില്ല. കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടോ അതിനെ എടുത്ത് വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും. ഹാലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറഞ്ഞ ഇന്ന് എന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന ഭാഗത്ത് നിന്ന് എന്നെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് അപ്പൊ കർത്താവ് ഹാലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ എപ്പോഴും യഹോവയ്ക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരായി മാറണം. ഹാലേലൂയ. വചനത്തെക്കുറിച്ച് ശക്തിയെക്കുറിച്ചൊക്കെ പറയുന്നെങ്കിൽ അവിടെ എല്ലാം ദൈവത്തോട് ഹാലേലൂയ നമ്മൾ നന്ദിയുള്ളവരായി മാറണമെന്നും ദൈവത്തിന്റെ വചനത്തിന് ശക്തി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വെളിപ്പെടണമെന്നും നമ്മൾ എങ്ങനെ ആയിത്തീരണമെന്നൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലേലൂയ ഓരോ ദിവസം കഴിയുന്നത് നമുക്ക് മാറ്റം വരണം. വചനം ഒരുപാട് കേട്ടത് കൊണ്ട് നമുക്ക് മാറ്റം വരുന്നില്ല. ഞാൻ 2016 വിശ്വാസത്തിൽ വന്നതുപോലെ ഞാൻ ഇന്ന് 2025 ഇരിക്കുന്നെങ്കിൽ ഒരു പ്രയോജനം ഇല്ല. എനിക്ക് മെച്യൂരിറ്റി വേണം. എവിടെ എന്ത് മെച്യൂരിറ്റി? സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് ഇനി എത്തണം. എന്നുവെച്ചാൽ ബലം പിടിച്ച് നിൽക്കാൻ നല്ല സ്പിരിച്വൽ മെച്യൂരിറ്റി കൊണ്ട് കാണിക്കുന്നത്. ഞാൻ എന്താ പറയാ ക്രിസ്തു എന്ന തലയോളം വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു എന്ന തലയോളം ഞാൻ വളരണമെങ്കിൽ ഹാലേലൂയ എനിക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ വചനം. ഇന്നലെ ഒരു ദിവസം പറഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെ ആ കാര്യം എനിക്ക് ഭയങ്കര തോന്നി. പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിൽ അവരെല്ലാരും പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. അന്ന് അവിടെ കൂടിയ അനേക ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ വലിയൊരു പുരുഷാരം. അന്ന് മൈക്കൊന്നും വെച്ച് കെട്ടിയല്ല പ്രസംഗിക്കുന്നത്. അന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഏത് ഭാഷയിലായിരിക്കും പ്രസംഗിച്ചത്? പത്രോസിന്റെ സ്വന്തം ഭാഷയായിരിക്കും പത്രോസ് പ്രസംഗിച്ചല്ലേ? അതിപ്പോ എന്താട്ടെ, ഹീബ്രു ആണോ അരാമ്യാണോ അല്ല എന്ത് ഭാഷ എനിക്കറിയത്തില്ല. എന്താണ് പത്രോസിന്റെ സ്വന്തം ഭാഷയായിരിക്കും പ്രസംഗിച്ചത് അല്ലേ? പക്ഷേ അവിടെ പലവിധ ഭാഷക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ പറഞ്ഞ് ഇവരൊക്കെ എന്താ നമ്മുടെ ഭാഷ. പക്ഷെ അത് അപ്പൊ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞേ പത്രോസിന് വായിന്ന് പുറപ്പെട്ട വാക്കിനെ അവിടെ 16 ഭാഷക്കാരുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മ ഈ 16 ഭാഷ ദൂതന്മാരെന്താ വെച്ചാൽ അവർ ഓരോരുത്തരുടെയും കാതിലെത്തി അവരവരുടെ ഭാഷയിലേക്ക് അത് എത്തിച്ചു കൊടുത്തതുകൊണ്ട് അവർക്കത് അവരവരുടെ ഭാഷയിലാണെന്ന് തോന്നിയത്. രണ്ടാമത്തെ കാര്യം, വലിയ പുരുഷാരമാണ് നടക്കുന്നത്. എന്നുവെച്ചാൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു എന്നല്ല, അപ്പൊ 10,000 പേരെങ്കിലും ഉണ്ടായിരിക്കണം സപ്പോസ്. അതിന്റെ ഇടയിൽ നിന്ന് ഒരുത്തം വിളിച്ചല്ലോ 1-2 ആൾക്കാർ ഇവര് കള്ളു കുടിച്ച് നിൽക്കുക, പുതുകഞ്ഞു കുടിച്ചേക്കുക. ഇത് അവിടെ പറഞ്ഞത് ദൂതൻ അത് പത്രോസിന്റെ ചെവിയിലേക്ക് എത്തിച്ചു കൊടുത്തു. കാരണം എങ്ങനെ എത്തിയത് ചിന്തിച്ചിട്ടുണ്ടോ? അത്ര ആൾക്കാരിടയ്ക്ക് ഒരുത്തന്നിട്ട് വിളിച്ചാൽ അവര് കള്ളു കുടിച്ചിട്ട് അല്ലെ പുതുകഞ്ഞു കുടിച്ചിട്ടേക്കുക. പത്രോസ് കേൾക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ പത്രോസ് കേൾക്കണം ദൈവം ആഗ്രഹിച്ച ദൈവത്തിന്റെ കാറ്റിന്റെ ദൂതന്മാർ ഇത് പത്രോസിന്റെ കാതിലേക്ക് എത്തിച്ചു. അപ്പൊ പത്രോസ് തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ പുതുവീഞ്ഞു കുടിച്ചവരൊന്നും അല്ല, ഇത് യോവേൽ പ്രവാചകൻ പ്രവചിച്ചതാണെന്ന്. അല്ലെ? അപ്പൊ നമ്മൾ കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മുടെ കാതിലേക്ക് എത്തിക്കും. അത് കേട്ട പയ്യോ അവരെ നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞല്ലോ എന്ന്. അപ്പൊ നിന്നെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ ചില വിഷയങ്ങൾ നീ കേട്ടിട്ടങ്ങ് പോകാനും ദൈവം പറയത്തില്ല, അതിന് മറുപടി പറയണമേ. പത്രോസ് അന്ന് കേട്ടപ്പോഴേ ഞങ്ങൾ പുതുവീഞ്ഞൊന്നും കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയാ അല്ല, അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുക യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നത് അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതൊക്കെ മനസ്സിലാവുമായിരുന്നു. ഇല്ല. അപ്പൊ ഈ ചില കാര്യങ്ങൾ നെഗറ്റീവ് നമ്മുടെ കാതിലേക്ക് എത്തുമ്പോൾ അത് അബദ്ധത്തിൽ വന്നതാണെന്നോ ആരെങ്കിലും മനഃപൂർവ്വം ദൈവം എത്തിക്കുന്നത് മാത്രമേ നമ്മുടെ കാതിലേക്ക് എത്തത്തുള്ളൂ. നമ്മൾ പലപ്പോഴും പറയുന്നത് സ്റ്റാർട്ടിലൊക്കെ റെസ്ട്രിക്ഷൻ ഉള്ള സമയത്ത് നമ്മൾ ഫ്ലാറ്റിൽ പ്രാർത്ഥന നടത്തുമായിരുന്നു. പ്രാർത്ഥന നടത്താൻ ഞാൻ എപ്പോഴും നടന്നുണ്ട് പ്രാർത്ഥന കർത്താവേ ഈ പ്രാർത്ഥന ശബ്ദം എത്ര ഉച്ചത്തെ ശബ്ദം വന്നാലും പുറത്തേക്ക് ഇത് കേൾക്കാൻ പാടില്ലാത്ത ആരുടെ ചെവിയിലേക്ക് ഇത് എത്തിക്കരുത്.
ഹല്ലേലൂയ. കാരണം ഇത് കേൾക്കാൻ പാടില്ലാത്ത ആരും ഇത് കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങള് ഹല്ലേലൂയ ആ ഫ്ലാറ്റിൽ ഞാൻ കുറെ നാള് പ്രെയർ ഇങ്ങനെ ഭയങ്കര ഭയങ്കര ഒച്ചക്ക് അന്നൊക്കെ ഭയങ്കര പരിശുദ്ധാത്മ അഭിഷേകം കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തെറിച്ച് വീട് ഭയങ്കര അലച്ചും ഇതൊക്കെ. പക്ഷേ ആരും അവിടെ കേട്ടിട്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയം മൊത്തം വേറെ ഒരാളും വന്ന് പരാതി പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ നാട്ടിലേക്ക് മോക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോൾ നാട്ടിലേക്ക് വന്നപ്പോൾ അന്നത്തെ ദിവസം അവിടെ പ്രെയർ നടന്നോ അവിടെ ഭയങ്കര കംപ്ലൈന്റ് വന്നു. പുറത്തുനിന്ന് സെക്യൂരിറ്റി വന്നു, താഴെ നിന്ന് ആൾക്കാർ പോയി പരാതി വന്നു, താഴെ സെക്യൂരിറ്റി വന്ന് ഒക്കെ വന്നിട്ട് പറഞ്ഞു ഇനി വെള്ളം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് അവിടെ വന്ന് പറഞ്ഞു. അന്ന് എല്ലാവരും അത് കേട്ട്. ഞാനവിടെ പ്രാർത്ഥന നടത്ത ദിവസങ്ങളൊന്നും ആരും കേട്ടില്ല. അതിനെക്കാട്ടി പോലെ ഒച്ചയിലും വെള്ളത്തിലൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കില്ല. കാരണം എന്താ, നമ്മൾ ദൈവത്തിന്റെ കയ്യിലേക്ക് ആദ്യം കൊടുക്കും. എന്താ നമ്മൾ സാറാ മാസ്റ്റർ പണ്ട് ഇവിടെ ആദ്യം അന്യഭാഷയൊക്കെ പറയും. സാറാ മാസ്റ്റർ പേടിയായിരുന്നു അപ്പുറത്ത് കേൾക്കുമെന്നൊക്കെ. അപ്പൊ സാറാ മാസ്റ്ററോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടങ്ങ് ഇരുന്നോ എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ പോലെ എത്ര ഒച്ചയിലൊക്കെ സാറാ മാസ്റ്റർ അന്യഭാഷ അവിടെ നിന്ന് പറയൊക്കെ ചെയ്യുമ്പോൾ ആരും കേട്ടിട്ട് കംപ്ലൈന്റ് പറഞ്ഞ ദിവസത്തെ ഇല്ല. ഇന്ന് പലപ്പോഴും പലർക്കും പറയാൻ ഭയമാണ്. അന്യഭാഷയൊക്കെ ഒച്ചത്തിൽ സംസാരിക്കും. അയ്യോ ആരെങ്കിലും കേട്ടിട്ട് വന്നിട്ട് വഴക്ക് പറയൂ, അല്ലെങ്കിൽ അത് കേട്ടിട്ട് ഇങ്ങനെ പറയൂ എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കും. നിങ്ങൾ പറയണം, കർത്താവ് എന്റെ വായിന്ന് പറഞ്ഞ ഈ ശബ്ദം ഞാൻ എത്ര ഉച്ചത്തിൽ സംസാരിച്ചാൽ ഇത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഇതിനെ പ്രതി ആരുടെയും ചെവിയിലേക്ക് ഇത് എത്തിക്കരുത് എന്ന് പറഞ്ഞാൽ എത്തിക്കത്തില്ല അത്. ഇതൊക്കെ നമ്മൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്താ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ദേവദാസൻ പറഞ്ഞു ആ ശബ്ദം പത്രോസിന്റെ ചെവിയിലേക്ക് എത്തിച്ചു കൊടുത്തു ദൂതന്മാർ മുഖാന്തരം ദൈവം. അതിന് മറുപടി പറഞ്ഞു. ഇതുപോലെ നമ്മൾ പറയുമ്പോഴും നമ്മൾ പ്രസംഗിക്കുമ്പോഴും ഇത് ആരെങ്കിലും കേട്ടിട്ട് എന്തെങ്കിലും കമന്റ് പറയുമോ എന്ന് ചോദിച്ചു, നെഗറ്റീവ് കമന്റ് വരുമോ എന്ന് ചോദിച്ചാൽ ആരും വചനം പറയാതിരിക്കണ്ട. നെഗറ്റീവ് കമന്റ്സ് വരും. അത് വന്നാൽ നമ്മളോട് ദൈവം അത് കാണിക്കുന്നെങ്കിൽ കേൾപ്പിക്കുന്നെങ്കിൽ അതിന് മറുപടി പറയാനും കൂടി നമ്മളെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അന്ന് പത്രോസ് പറഞ്ഞ പോലെ ഇത് യോവേൽ പ്രവാചകൻ എഴുതിയിട്ടുണ്ട്. എന്താ പറയാ, അന്ത്യനാളുകളിൽ സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ് എഴുതിയത്. ഇന്നത് നിവർത്തി വന്നതാ. ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ തലമുറയിൽ ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ആയതുകൊണ്ട് ഒരു ഫിംഗർ ടിപ്പിൽ എല്ലാം കിട്ടും. ബ്ലഡ് ഓഫ് ജീസസ് നടിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ രക്തത്തെ കുറിച്ച് എത്ര പ്രസംഗം റെഡിയാക്കണേലും കിട്ടും. എത്ര പഠിക്കണേലും കിട്ടും. ഇത് ഇത്രത്തോളം ഫെസിലിറ്റീസ് ഉള്ള സമയത്ത്, എത്രത്തോളം പ്രസംഗങ്ങളുള്ള സമയത്തും നമ്മൾ പറയുന്ന ഒരു വചനമാണെങ്കിൽ അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രദർശനമായി അത് മാറുന്നെങ്കിൽ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് വലിയ പ്രസംഗകരാകാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിന്റെ പ്രദർശനശാലകളാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കുറിച്ച് ഓരോരുത്തർക്കും ദൈവം ആഗ്രഹിക്കുന്ന ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നവരായിട്ടാണ്. കർത്താവ് യേശുക്രിസ്തു എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം ശക്തി ഡെമോൺസ്ട്രേറ്റ് ആയി ശക്തി നമ്മൾ പ്രദർശിപ്പിക്കപ്പെട്ടെങ്കിൽ അപ്പോസ്തലന്മാർ ചുറ്റി സഞ്ചരിച്ചിടത്തെല്ലാം ശക്തി പ്രദർശിപ്പിക്കപ്പെട്ടെങ്കിൽ പൗലോസിന്റെ റൂമാലിലൂടെ ശക്തി പുറപ്പെട്ടെങ്കിൽ, പത്രോസ് നിഴലിലൂടെ ശക്തി പുറപ്പെട്ടെങ്കിൽ, ഇന്ന് ഈ ശക്തി ഇല്ലാത്ത ഭക്തി വേഷം ധരിച്ചവരെ ഇന്ന് കാണാൻ പറ്റുന്നത്. അപ്പൊ ശക്തിയില്ലാത്ത ഭക്തിയുടെ വേഷം ധരിച്ചവർക്ക് നമുക്ക് ഒരു ഗുണവുമില്ല. നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ശക്തി പുറപ്പെടുന്നവരാകണം. ഈ ദിവസങ്ങളിൽ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട കാര്യം ദൈവത്തിൽ സന്നിധിയിൽ പറയേണ്ട കാര്യം എനിക്ക് ഒത്തിരി വചനം തരണമേ എന്നോ വചനത്തിന്റെ പ്രസംഗം തരണമേ എന്നോ അല്ല. കർത്താവ് ഞാൻ പറയുന്ന ഒരു വാക്യമാണെങ്കിൽ അതിനകത്തൂടെ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കണം. അവിടെ ദൈവത്തിന്റെ പ്രദർശനം നടക്കണം. അത്ഭുതങ്ങൾ നടക്കണം, അടയാളങ്ങൾ നടക്കണം. ഇത് നമ്മളല്ല ചെയ്യുന്നത്, നമ്മുടെ കർത്താവാണ് ചെയ്യുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് ചെയ്യുന്നെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലല്ലാതെ എനിക്കിത് പറയാൻ ഇടയാക്കല്ലേ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു വാക്യം നമ്മുടെ വായിന്ന് പുറത്തു വരുമ്പോൾ അതോടൊപ്പം പരിശുദ്ധാത്മ ശക്തിയും കൂടെ വ്യാപരിക്കണം. എന്നാൽ മാത്രമേ ഇന്ന് ജനത്തിനിടെ ഇന്ന് പ്രസംഗം കേട്ട് ജനം മടുത്തു. ഇന്ന് പ്രസംഗങ്ങളല്ല വേണ്ടുന്നത്, പ്രവൃത്തിയെ വേണ്ടുന്നത്. ഇന്ന് പരസ്യയോഗങ്ങളൊന്നും അധികം നടക്കുന്നില്ല. കാരണം പുറത്ത് പോയിന്ന് പ്രസംഗിച്ചാൽ ആരും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. പക്ഷേ നമ്മളൊരു പരസ്യയോഗം നടത്തുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു കവലയ്ക്കുള്ളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു രോഗി സൗഖ്യമായി കഴിഞ്ഞാൽ, ഒരു പാപി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ, അവിടെ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞാൽ ജനം വിശ്വസിക്കും.
ഇന്ന് അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ ഒരുക്കം. ഹാലേലിയ. നമ്മൾ കാണാൻ നമ്മുടെ ചുറ്റുപാടും കിടന്ന അനേകർ പലവിധ വ്യാധികളാലും എന്താ പറയാ, പൈശാചിക ബന്ധനങ്ങളാലും ഒക്കെ കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾ ചെന്ന് നിന്നിട്ട് അവർക്ക് ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ, അവർക്ക് ഒരു സൗഖ്യം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവരുടെ ജീവിതത്തിൽ വിടുതൽ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മളെ കൊണ്ട് ഒരാവശ്യമില്ല അവർക്ക്. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ ഇപ്പം വീടുകളൊക്കെ സന്ദർശിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് കർത്താവ്, ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു കുടുംബത്തിലേക്ക് കടന്ന് കയറി ചെല്ലുമ്പോൾ അവിടെ അവരുടെ വിഷയം എന്താണ് അതെനിക്ക് വെളിപ്പെടുത്തി തരണം. ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഞാൻ കർത്താവിനോട് ആദ്യം എന്നോട് ഇങ്ങനെ ആരോ ചോദിച്ചു, ഏത് കൃപാവര സിസ്റ്റർ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്ക് ആത്മാക്കളെ നേടുന്ന കൃപാവരമാണ്. അങ്ങനെ കൃപാവരം എഴുതപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ കൃപാവര. അപ്പൊ എന്നോട് അവർ കളിയാക്കിയിട്ട് പറഞ്ഞു, അങ്ങനെ കൃപാവരം ഇല്ല സിസ്റ്റർ എന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ കൃപാവരം ഇല്ലെങ്കിൽ എനിക്ക് അത് മതി എന്ന് പറഞ്ഞു. എനിക്ക് കൃപാവരം എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷെ അന്ന് എന്നോട് പരിശുദ്ധമ്മ സംസാരിച്ചതായിരുന്നു. നീ ചോദിച്ചത് ആത്മാക്കളെ നേടുന്ന കൃപ. ആത്മാക്കളെ നേടുന്ന കൃപാവരമാണെങ്കിൽ എല്ലാ കൃപാവരങ്ങളും ഓപ്പറേറ്റ് ആയാലും ആത്മാക്കളെ നേടാൻ പറ്റത്തുള്ളൂ. ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരാൾക്ക് പ്രവചനം വേണ്ടെങ്കിൽ നമ്മൾ പ്രവചനം വെളിപ്പെടണം, അല്ലേ? ഒരിടത്തെല്ലാം ഒരാൾക്ക് രോഗസൗഖ്യം വേണ്ടെങ്കിൽ നമ്മൾ രോഗസൗഖ്യത്തിന്റെ ഇത് വെളിപ്പെടണം. ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരു വീര്യപ്രവൃത്തി വേണ്ടെങ്കിൽ വീര്യപ്രവൃത്തി വെളിപ്പെടണം. ചില ആൾക്കാർക്ക് വചനത്തിന്റെ ജ്ഞാനം വേണ്ടെങ്കിൽ നമ്മൾ ജ്ഞാനാത്മാവ് വെളിപ്പെടണം. ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ അവിടെ ചെല്ലും. ചിലപ്പോൾ പലവിധ ഭാഷ ഒരാളോട് നമ്മൾ അവന്റെ ഭാഷ നമുക്ക് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അവന്റെ വിശ്വാസത്തിലേക്ക് കൊടുക്കും. ഇതുപോലെ നമുക്ക് എന്താണോ അവന് വേണ്ടുന്നത് അത് കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആത്മാക്കളെ നേടാൻ പറ്റത്തുള്ളൂ. കൃപയാൽ എന്നൊക്കെ ഞാൻ ആരോട് വചനം പറഞ്ഞാലും അവർക്ക് വേണ്ടെന്ന് കൊടുക്കാൻ പറ്റുമായിരുന്നു, അവരെയൊക്കെ രക്ഷിക്കപ്പെടുമായിരുന്നു. ഇത് നമുക്ക് നമ്മുടെ ഉള്ളിൽ കർത്താവേ, എനിക്ക് അനേക ആത്മാക്കളെ നേടണം, അനേകർ ഇരുട്ടി കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്, അവരെ വിടുവിക്കണം. അതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലും, അവർക്ക് എന്താണോ വേണ്ടുന്നത് അത് കൊടുക്കാൻ എനിക്ക് കഴിയണം. അവർക്ക് എന്താണോ ആവശ്യം അതിന് ഒരു പരിഹാരം ചെയ്യാനായിട്ട് എനിക്ക് കഴിയണം. കാരണം അത് എൻ്റെ കഴിവിലല്ല, എൻ്റെ മിടുക്കിൽ ദൈവത്തിന്റെ ശക്തി തന്നെ അതിന് ആധാരമായി ഇറങ്ങി വന്നിട്ട് അങ്ങ് തന്നെ അത് ചെയ്യണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരിടത്ത് കടന്നു പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യനോട് സംസാരിക്കണം. നമുക്ക് സംസാരിക്കുന്ന അറിയത്തില്ല, സുവിശേഷം അറിയത്തില്ല, വചനം അറിയത്തില്ല, നോ വറീസ്. കാരണം ദൈവം തന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് സംസാരിക്കുന്നോർത്ത് നിങ്ങൾ ആ സമയത്ത് തക്ക സമയത്ത് പറയാനുള്ള വാക്ക് ഞാൻ നിങ്ങളുടെ നാവിന്മേൽ തരുമെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ കൂടെ നമുക്ക് ആ നാവിന്മേൽ തരും. ഇതുപോലെ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഓരോരുത്തർക്ക് പോകുമ്പോൾ ഓരോരുത്തരെ കാണുമ്പോൾ സംസാരിക്കുന്നവൾ ദൈവത്തിനെ കൂട്ടുപിടിച്ച് വേണം സംസാരിക്കാനായിട്ട്. നമ്മൾ പഠിച്ചു വെച്ച ജ്ഞാനം ഒന്നും അവിടെ വിളമ്പാൻ നിൽക്കേണ്ട. നമ്മൾ ദൈവമേ കർത്താവ് ഇവർക്ക് എന്താണ് ഇവരുടെ ഹൃദയത്തോട് എനിക്ക് അറിയത്തില്ല, നീ തന്നെ അങ്ങ് സംസാരിക്കണേന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ചു തുടങ്ങണം. ഇത് ഇങ്ങനെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മൾ ഇപ്പൊ നമ്മൾ 80 കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ച് ജൂൺ മാസമായപ്പോൾ നമുക്ക് വീണ്ടും 60 എന്നുള്ള വീണ്ടും 80ആയി. 80 കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, പേരെഴുതി വെച്ച് പക്ഷേ ഈ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടുന്നത്, അവരുടെ എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണോ അവരെ അപ്രോച്ച് ചെയ്യുന്നത്, ഇതൊക്കെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അവരെ നമുക്ക് നേടാൻ പറ്റൂ. നമ്മുടെ ജ്ഞാനത്തിലൊന്നും അവരെ നേടാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ മാത്രമേ നേടാൻ കഴിയൂ. അതിനുവേണ്ടി എല്ലാവരും ഒരുക്കമുള്ളവരെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ 6-ാം മാസത്തിലേക്ക് നമ്മൾ എത്തി. ഈ വർഷം നമ്മൾ ഒരു ആത്മാവിനെ പോലും നേടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ 6 മാസം ഈ 6-ാം മാസത്തിൽ എത്തി. 6-ാം മാസം കഴിയുന്ന മുമ്പെങ്കിലും നമുക്ക് ആത്മാക്കളെ നേടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ വർഷത്തിന് അവസാനം എത്തുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ സ്വർഗത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ ചില സമ്പാദ്യങ്ങൾ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കാം. ദൈവം ഈ വചനത്തെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.